മഴക്കെടുതിയിൽ അടിയന്തര നടപടിയുമായി മാറഞ്ചേരി പഞ്ചായത്ത്. തുറുവാണം ദ്വീപിലേക്ക് യാത്രാ സൗകര്യത്തിന് വഞ്ചി ഇറക്കും. മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങ്, പനമ്പാട് വെസ്റ്റ്, മാരാമുറ്റം, താമലശ്ശേരി തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടിയുമായി മാറഞ്ചേരി പഞ്ചായത്ത്. ബണ്ട് റോഡിൽ വെള്ളത്തിൽ മുങ്ങിയ തുറുവാണം ദ്വീപിലേക്ക് യാത്രാ സൗകര്യത്തിന് വഞ്ചി ഇറക്കും. പുറങ്ങ് കുണ്ടുകടവിൽ നിരവധി കടകളിലേക്ക് വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി. തുറുവാണം ദ്വീപുകാർക്ക് യാത്രാ സൗകര്യത്തിന് വഞ്ചി ഇറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ റിയൽ മീഡിയയോട് പറഞ്ഞു. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനു വേണ്ട നടപടികൾ ഇതിനോടകം സ്വീകരിച്ചു. പ്രസിഡന്റിനോടൊപ്പം വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ്, വാർഡംഗങ്ങളായ അഡ്വക്കേറ്റ് കെ.എ. ബക്കർ, റിജുല ഗഫൂർ, റജുല ആലുങ്ങൽ, സുഹറ ഉസ്മാൻ, നിഷ വലിയ വീട്ടിൽ, ബൽക്കീസ്, പഞ്ചായത്ത് JS എന്നിവരും ചേർന്നാണ് വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. മാറഞ്ചേരിയിലെ തുറുവാണം മേഖലയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ബണ്ട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തന്നെ ആ മേഖലയിലുള്ള ആളുകൾക്ക് യാത്രാ സൗകര്യം ദുരിതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഉടനടി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പെടുത്തിക്കൊണ്ട് തന്നെ അങ്ങോട്ട് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് വഞ്ചി ഏർപ്പാടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ശക്തമായ വെള്ളക്കെട്ട് ചിലയിടങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഭരണസമിതി അവിടുത്തെ മെമ്പർമാരെല്ലാവരും ചേർന്ന് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അടിയന്തരമായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭരണസമിതിയിൽ നിന്ന് പല ഭാഗങ്ങളിലും എത്തിയിട്ടുള്ളത്. പ്രയാസമുള്ള മേഖലകളിലൊക്കെ തന്നെ ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ക്യാമ്പുകൾ ഒരുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്ര വലിയ അപകടാവസ്ഥ വന്നിട്ടില്ല. ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഉടനെ ക്യാമ്പുകൾ തുറക്കുന്നതും പ്രവർത്തനം നടത്തുന്നതുമാണ്.